इसने मेरे साथ ज़बरदस्ती किया है और उस दिन इसने मुझे ब्लैकमेल किया है। मेरी कुछ वीडियोस इसके पास थी, इसने मुझे बनाई उस दिन और मुझे बोला अगर तुम बाहर जाओगी कुछ भी करोगी। ഏതെങ്കിലും ആൺകുട്ടിയോ പെൺകുട്ടിയോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും അവസാനം വരെയും കാണുക. കാരണം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കും ഒരു ബന്ധത്തിലുണ്ടാകുന്ന ഒരു ചെറിയ തെറ്റുപോലും നിങ്ങളുടെ ജീവിതം തകർത്തേക്കുമെന്ന്. അത്തരമൊരു കേസാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഒരു എയർ ഹോസ്റ്റേഴ്സിന് ഒരു പൈലറ്റുമായി ഉണ്ടായ ബന്ധം. ഇരുവരും നല്ല വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. അവർക്ക് നല്ല ജോലിയും നല്ല വരുമാനവും ഉണ്ട്. എന്നാൽ പിന്നീട് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു. അത് എയർ ഹോസ്റ്റേഴ്സിന്റെയും പൈലറ്റിന്റെയും ജീവിതത്തെ തന്നെ നശിപ്പിച്ചു. അതിനാൽ ഈ ഒരു കേസ് നിങ്ങളെ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ഇനി അത്തരം ഒരു തെറ്റ് ചെയ്യരുത് എന്ന്. ഈ ഒരു കഥ ആരംഭിക്കുന്നത് 2021 മധ്യഭാഗത്ത് നിന്നാണ്. ഒരു എയർ ഹോസ്റ്റേഴ്സ്, ഇവരുടെ പേര് മാധ്യമങ്ങളിലൊന്നും പരാമർശിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളും പേര് പറയുന്നില്ല. ഇവർ എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുകയാണ്. നല്ല ശമ്പളം. അവൾ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. അവളുടേത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഈ എയർ ഹോസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ പൊതുവെ ഒരു തുറന്ന മനസ്സുള്ളവളായിരുന്നു. അവളുടെ ചിന്താഗതിയും വളരെ വ്യത്യസ്തമായിരുന്നു. മറുവശത്ത് അവളുടെ ഭർത്താവ് എല്ലാ ചെറിയ കാര്യങ്ങളിലും അവളെ നിരന്തരം ശാസിക്കുമായിരുന്നു. പല കാര്യങ്ങളിൽ നിന്നും അവളെ വിട്ടുനിൽക്കാൻ ഉപദേശിച്ചു. ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിൽ മടുത്ത എയർ ഹോസ്റ്റേഴ്സിന് തന്റെ ഭർത്താവുമായി ദിവസവും വഴക്കുണ്ടാകുമായിരുന്നു. പിന്നീടാണ് അവൾ മോഹിത് ശർമ്മ എന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്നതും ഒരു പരിചയം ഉണ്ടാകുന്നതും. മോഹിത് ശർമ്മ എയർ ഇന്ത്യയിൽ സീനിയർ പൈലറ്റ് ആയിരുന്നു. നല്ല ജോലി, നല്ല വരുമാനമുള്ള വ്യക്തി. ഒരേ സ്ഥലത്ത് രണ്ടുപേരും ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ വിമാനത്തിനുള്ളിൽ വെച്ച് പോലും രണ്ടുപേരും ആവർത്തിച്ച് കണ്ടുമുട്ടുമായിരുന്നു. രണ്ടുപേരും ഒരേ ടീമിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് പൊതുവായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. ഒരു വശത്ത് ഈ എയർ ഹോസ്റ്റേഴ്സിന് തന്റെ ജീവിതം മടുത്ത അവസ്ഥ, വീട്ടിൽ എപ്പോഴും വഴക്കുകൾ. മറുവശം മോഹിത് ശർമ്മ എന്ന പൈലറ്റ്, അവളോട് സ്നേഹത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി. ഒരു ദിവസം മോഹിത് ശർമ്മ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് നീ എന്നോട് സംസാരിച്ചാൽ മതി, എന്നോടൊപ്പം വന്നാൽ മതി എന്ന്. പക്ഷെ അപ്പോഴും എയർ ഹോസ്റ്റേഴ്സിന് അറിയില്ലായിരുന്നു പൈലറ്റ് ഇതിനകം വിവാഹിതനും 2 മക്കളുടെ അച്ഛനുമാണെന്ന്. സത്യത്തിൽ ഇതൊരു ഗുരുതരമായ കാര്യമായിരുന്നു. ഈ എയർ ഇന്ത്യ എയർ ഹോസ്റ്റേഴ്സ് തന്റെ ഭർത്താവിനെ പിന്നീട് വഞ്ചിക്കാൻ തുടങ്ങി, അതും ഒരു പൈലറ്റിന് വേണ്ടി. ഇവർ എല്ലാ ദിവസവും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പറക്കും. പിന്നീട് ഹോട്ടൽ മുറികളിൽ താമസിക്കുകയും ചെയ്തു. അപ്പോഴാണ് അവർക്കിടയിൽ അവർ പോലും അറിയാതെ പല കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ ഈ മോഹിത് ശർമ്മ എയർ ഹോസ്റ്റേഴ്സിനെ നന്നായി തന്നെ നോക്കി. അവളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അവൾ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ശരിക്കും ഒരു സ്ത്രീക്ക് പിന്നെ എന്താണ് വേണ്ടത്? അവൾ പറയുന്നത് കേൾക്കാൻ അവൾക്ക് മുൻപിൽ ഒരു വ്യക്തി ഉണ്ടായാൽ തന്നെ അത് ആ സ്ത്രീക്ക് വല്ലാത്ത സമാധാനം നൽകും. വീട്ടിൽ അവൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ ഈ മോഹിത് ശർമ്മ അവളെ സഹായിക്കുകയും ചെയ്തു. എയർ ഹോസ്റ്റേഴ്സിന് അത് വലിയ ആശ്വാസമായി മാറി. ഇനി തന്റെ ഭർത്താവിന്റെ ആവശ്യം തനിക്കില്ല എന്ന് പോലും അവൾ ചിന്തിക്കാൻ തുടങ്ങി. തന്റെ സ്വപ്നത്തിലെ പുരുഷനെ അവൾ കണ്ടെത്താൻ തുടങ്ങി. ജീവിതകാലം മുഴുവനും അവനോടൊപ്പം ചിലവഴിക്കാൻ അവൾ ആഗ്രഹിച്ചു. ഈ വിശ്വാസം കൂടുതലായും മോഹിത് ശർമ്മ എന്ന പൈലറ്റിനെ അവൾ ബഹുമാനിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഒരു പ്രധാന ഘടകം മോഹിത് ശർമ്മ വിവാഹിതനാണെന്നും 2 പെൺമക്കളുടെ അച്ഛനാണെന്നും അവൾക്ക് അപ്പോഴും അറിയില്ല എന്നതായിരുന്നു. അവർ മാസത്തിൽ തന്നെ പല തവണ കാണുമായിരുന്നു. പല കാര്യങ്ങൾ സംസാരിക്കും. പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് മോഹിത് ശർമ്മ എയർ ഹോസ്റ്റേഴ്സിനോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ നീ ഉപേക്ഷിക്കുക, അദ്ദേഹവുമായി നീ വിവാഹമോചനം നേടുക, ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം, അതിനൊക്കെ ഞാൻ തയ്യാറാണെന്നും പറഞ്ഞു. അതിന് പോലും അവൾ സമ്മതിച്ചു. ആ പൈലറ്റിനു വേണ്ടി തന്റെ ഭർത്താവിനെ അവൾ വഞ്ചിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അറേഞ്ച്ഡ് മാരേജിൽ ചിലപ്പോഴൊക്കെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ വിവേകമുള്ള ആളുകൾക്ക് മാത്രമേ ഈ സംഘർഷങ്ങളെല്ലാം മറികടക്കാൻ കഴിയൂ. അല്ലെങ്കിൽ മറുവശത്തുള്ള ആളെ തെറ്റുവരുത്തുകയാണ്, അത് മനസ്സിലാക്കി തിരുത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിച്ചത് അതിനപ്പുറമായിരുന്നു. ഒരു തെറ്റായ തീരുമാനം അവളുടെ ജീവിതത്തെ മുഴുവനായും മാറ്റിമറിച്ചു. ഇപ്പോൾ 2023 മുതൽ 2025 വരെ ഇവരുടെ ബന്ധം വളരെ മികച്ചതായിരുന്നു. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പ്രശ്നങ്ങളൊന്നുമില്ല. പലപ്പോഴും കണ്ടുമുട്ടുകയും ഒരുമിച്ച് താമസിക്കാനും തുടങ്ങി.
അപ്പോഴും ഭർത്താവിന് ഇതൊന്നും അറിയില്ലായിരുന്നു. ഒരു ദിവസം മോഹിത് ശർമ്മയുടെ നിർബന്ധപ്രകാരം അവൾ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വിവാഹമോചനം നേടി. അവസാനം മോഹിത് ശർമ്മയെ വിവാഹം കഴിക്കാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവൾ. രണ്ടുപേരും ഒരേ തൊഴിലിൽപ്പെട്ടവരാണ്. ഒരേ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനാൽ അവരുടെ ബന്ധം കൂടുതൽ മികച്ചതായി തീരും. പക്ഷെ ഇതേ സമയം പൈലറ്റിന്റെ ഈ വിവാഹ ജീവിതം, അയാളുടെ ദാമ്പത്യ ജീവിതം നന്നായി പോവുകയായിരുന്നു. 2 പെൺമക്കളുണ്ട്, കുടുംബത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആ പൈലറ്റിന്റെ ഭാര്യയ്ക്ക് പോലും തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന കാര്യം അറിയില്ല. അത്രയും വിശ്വാസമായിരുന്നു ആ സ്ത്രീക്കും സ്വന്തം ഭർത്താവിനോട്. യഥാർത്ഥത്തിൽ 2 പേരും 2 പേരുടെ കുടുംബത്തെയും വഞ്ചിക്കുകയായിരുന്നു. എന്നാൽ കള്ളങ്ങളൊന്നും ഇങ്ങനെ അധിക ദിവസം മൂടി മറയ്ക്കാൻ സാധിക്കില്ലല്ലോ. ഒരു ദിവസം താൻ വിശ്വസിച്ച പ്രണയിച്ച കാമുകൻ വിവാഹിതനാണ് എന്ന കാര്യം എയർ ഹോസ്റ്റസ് കണ്ടെത്തി. ഇത് അവളെ വല്ലാതെ ഞെട്ടിപ്പിച്ചു. താൻ ഒരു വലിയ തെറ്റാണ് ചെയ്തത്, തെറ്റായ തീരുമാനമാണ് താൻ എടുത്തതെന്ന് അവൾക്ക് മനസ്സിലായി. ഭർത്താവിനെ അവൾ ഇതിനകം ഉപേക്ഷിച്ചു, അതും പൈലറ്റിനു വേണ്ടി. അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് താൻ അത്യധികം സ്നേഹിച്ച പുരുഷൻ തന്നെ വഞ്ചിച്ചു. ഇത് അവളെ കൊണ്ട് സഹിക്കാനേ സാധിച്ചില്ല. ഉടൻ തന്നെ അവൾ മോഹിത് ശർമ്മയ്ക്ക് ഫോൺ ചെയ്തു. നീ എൻ്റെ ജീവിതം തകർത്തു. ഞാനൊരു തെറ്റായ തീരുമാനം നിനക്ക് വേണ്ടി എടുത്തു. എനിക്കിപ്പോൾ വീട്ടിലും പുറത്തും യാതൊരു സ്ഥാനവുമില്ല. നീ എൻ്റെ ജീവിതം പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് പറഞ്ഞവൾ കരയാൻ തുടങ്ങി. ഇത് കേട്ട ബുദ്ധിമാനായ മോഹിത് ശർമ്മ വീണ്ടും ആ പെൺകുട്ടിയോട് ന്യായവാദം ചെയ്യാൻ പലതവണ ശ്രമിച്ചു. അവളെ വീണ്ടും വീണ്ടും വശീകരിക്കാൻ ശ്രമിക്കുന്നു. വിശ്വസിക്കാൻ പറ്റാത്തതാണെങ്കിലും ഇത്രയും സംഭവിച്ചിട്ട് കൂടിയും അവൾ വീണ്ടും അവൻ്റെ വാക്കുകളിൽ കുടുങ്ങിപ്പോയി. മോഹിത് പറഞ്ഞത്, എനിക്ക് എൻ്റെ ഭാര്യയുമായി ഇനി യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് എങ്കിലും എനിക്കും അവളുമായി ഒരു ബന്ധവുമില്ല. ഭർത്താവെന്ന നിലയിൽ ഒരിക്കലും അവളോട് പെരുമാറിയിട്ടേയില്ല. നീ മാത്രമാണ് എൻ്റെ യഥാർത്ഥ സ്നേഹം. ഇതൊക്കെ കേട്ടപ്പോൾ അവൾ വീണ്ടും വിശ്വസിച്ചു. അവൻ പറയുന്നത് ശരിയാണെന്ന് കരുതി അവൻ പറയുന്നത് പോലെ എല്ലാം പെരുമാറാനും തുടങ്ങി. അങ്ങനെ 2025 ഏപ്രിൽ മാസം 29 മോഹിത് ശർമ്മ വീണ്ടും അവളെ കാണാൻ വിളിച്ചു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ആ സമയം അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അവനുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണം എന്ന്, ആ പൈലറ്റിനെ പൂർണ്ണമായും വിട്ടുകളയണം എന്നവൾ ചിന്തിച്ചിരുന്നു. അതേ കാര്യം പറയാനായി അവൾ അവന്റെ അടുത്തേക്ക് പോയി. എന്നാൽ അവർ ഒരു മുറിയിലേക്ക് പ്രവേശിച്ച ഉടനെ ആ പൈലറ്റ് ബലപ്രയോഗം നടത്താൻ തുടങ്ങി. എയർ ഹോസ്റ്റസിനെ വൈകാരികമായി കൈകാര്യം ചെയ്യാൻ അയാൾ പലതവണ ശ്രമിച്ചു. അയാളുടെ യഥാർത്ഥ മുഖം പുറത്തു കാണിച്ചു. ഇത് കണ്ട് ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അയാൾ വിവാഹിതനാണ്, തന്നെ ചതിക്കുകയായിരുന്നു, എല്ലാം ശരി. പക്ഷെ ഈയൊരു രീതിയിൽ ഇയാൾ പെരുമാറുമെന്നുള്ളത് അവൾ അന്നായിരുന്നു കണ്ടത്. അയാളുടെ പിടിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാനായി കരയുകയും വിസമ്മതിക്കുകയും ചെയ്തു. നിലവിളിച്ച് ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്നൊക്കെ അവൾ വിചാരിച്ചു. നീ എൻ്റെ ജീവിതം ഇരുവശത്തും നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞവനെ വഴക്ക് പറയാൻ തുടങ്ങി. എന്നാൽ ആ പൈലറ്റ് വീണ്ടും അവളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ എന്നോടൊപ്പം ഒരു ബന്ധത്തിൽ ഏർപ്പെടണം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തേ മതിയാകൂ, എൻ്റെ കൂടെ നീ വരണമെന്നൊക്കെ. പക്ഷേ ആ പെൺകുട്ടി വീണ്ടും വിസമ്മതിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ആ പൈലറ്റ് എല്ലാ അതിരുകളും ലംഘിച്ച് തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് അവളുടെ മുൻപിൽ വെച്ചു. ഇതായിരുന്നു ഈ കഥയിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റായി മാറിയത്. ഫോണിനുള്ളിൽ കഴിഞ്ഞ 2 വർഷമായി അവർ ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്ന കാലത്തെ അവളുടെ നിരവധി വീഡിയോസും ഫോട്ടോസും തൻ്റെ പക്കലുണ്ടായിരുന്നത് അയാൾ അവൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇന്ന് നീ എൻ്റെ വാക്ക് കേട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം ഈ വീഡിയോസ് നിന്റെ കുടുംബത്തിന് അയക്കും. പിന്നീട് ഞാനത് ഇന്റർനെറ്റിൽ ഷെയർ ചെയ്യും. അത് വൈറലാകും. പിന്നീട് നിനക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന്. ഇത് കേട്ടപ്പോൾ എയർ ഹോസ്റ്റസ് ഞെട്ടിപ്പോയി. ഒരു തെറ്റായ വ്യക്തിയെ മാത്രമല്ല, ഒരു നിമിഷം കൊണ്ട് തൻ്റെ ജീവിതത്തെ മുഴുവനും നശിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെയാണ് താൻ തിരഞ്ഞെടുത്തത്, വിശ്വസിച്ചത് എന്ന് അവൾ മനസ്സിലാക്കി. എങ്ങനെയൊക്കെയോ അവൾ അവനെ തള്ളി മാറ്റി ഓടിപ്പോകാൻ ശ്രമിച്ചു. വീണ്ടും അവൻ അവളെ കോണ്ടാക്ട് ചെയ്യാനും ബന്ധപ്പെടാനും ഒക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൾ അവനിൽ നിന്നും അകന്ന് മാറിക്കൊണ്ടേയിരുന്നു. ഏകദേശം 3 മാസത്തോളം അവൾ ഇക്കാര്യം ആരോടും ഒന്നും പറഞ്ഞില്ല. മനസ്സിനുള്ളിൽ സൂക്ഷിച്ചു. എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്ത ആശയക്കുഴപ്പത്തിലായിരുന്നു. ഏതൊരു സ്ത്രീക്കും ആശയക്കുഴപ്പം ഉണ്ടാകും. കാരണം അവന്റെ പക്കലുള്ളത് തൻ്റെ ചില പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസുമാണ്. പുറത്തുപോയുള്ള അവസ്ഥ, പിന്നെ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ല എന്നവൾക്ക് അറിയാമായിരുന്നു. അവസാനം ജൂലൈ മാസം 23 അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. തന്റെ ക്രൂ അംഗം തന്നെ ഉപദ്രവിക്കുന്നുവെന്നും ശാരീരികമായി ശല്യം ചെയ്യുന്നുവെന്നും അയാളുമായി ഒരു ബന്ധം പുലർത്തിയില്ലെങ്കിൽ അയാളുടെ പക്കലുള്ള വീഡിയോസ് എല്ലാം വൈറലാക്കുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് അവളൊരു പരാതി നൽകി. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ പോലീസുകാർക്ക് ഈ കേസിൽ ഒട്ടും തന്നെ താല്പര്യം തോന്നിയില്ല. അവർ ഗൗരവമായി എടുത്തതേയില്ല. പക്ഷേ ഈ വിദ്യാസമ്പന്നയായ എയർ ഹോസ്റ്റസ്
ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടുമുട്ടി. തന്നെ സഹായിച്ചില്ലെങ്കിൽ തന്റെ ജീവിതം നശിക്കുമെന്നും മരണമല്ലാതെ മറ്റു മാർഗമില്ല എന്നും അവൾ പറഞ്ഞു. പോലീസിന്മേൽ പ്രഷർ ചുമത്താൻ അവൾ മാധ്യമങ്ങളെ വിളിച്ചു. അവസാനം 2025 ചില വാർത്താ ചാനലുകൾ എത്തി. അവൾ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകി. അപ്പോഴാണ് ആ മാധ്യമങ്ങളുടെ യഥാർത്ഥ ശക്തി വെളിപ്പെടുന്നത്. മോഹിത് ശർമ്മ എന്ന ക്രൂരനായ പൈലറ്റിന്റെ മറവിലുള്ള പ്രവർത്തികളെല്ലാം അവൾ പറഞ്ഞു. എന്തൊക്കെ സംഭവിച്ചുവെന്ന് വിശദമായി തന്നെ അവൾ മാധ്യമത്തോട് പറഞ്ഞു. മാധ്യമങ്ങളുടെ സമ്മർദ്ദം ഉയർന്നപ്പോൾ അതിന്റെ ഫലവും കാണപ്പെട്ടു. തുടർന്ന് പോലീസ് മോഹിത് ശർമ്മയെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ സമയം അയാൾ ജയിലഴിക്കുള്ളിലായിരിക്കും. എനിക്ക് കേസിലൂടെ പേഴ്സണലി തോന്നിയൊരു കാര്യം, ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവരെത്ര പഠിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പണം ഒരുപാടുണ്ട്, ജീവിതത്തിൽ എല്ലാം കിട്ടി എന്നുള്ളൊരു സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും അവരെ കേൾക്കാൻ, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അവരോടുമായി സംസാരിക്കാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ നേടിയതെല്ലാം ശൂന്യമാണ്. ഇവിടെ എയർ ഹോസ്റ്റസിനും സംഭവിച്ചത് അത് തന്നെയാണ്. നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, ഒരുപാട് പണം, ജീവിതത്തിൽ ഇനി ഒന്നും വേണ്ട, വിവാഹം കഴിച്ചു, ഭർത്താവുമുണ്ട്. എന്നാൽ പിന്നീട് ഭർത്താവ് ഒരല്പം കർക്കശക്കാരനായിപ്പോയി, തന്നെ നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവമുള്ളവനായിപ്പോയി. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, തുറന്ന് സംസാരിക്കേണ്ട ഒരു സ്പേസ് അവിടെ ലഭിക്കുന്നില്ല, പൂർണ്ണമായ ഒരു സ്നേഹം ലഭിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ഒന്നും തന്നെ ഇല്ല എന്നൊരവസ്ഥയിലായിപ്പോയി ആ സ്ത്രീ. അതുകൊണ്ടാണ് തനിക്ക് കിട്ടാത്ത, ഭർത്താവിൽ നിന്നും കിട്ടാത്ത ഒരു സ്നേഹം മറ്റൊരു പുരുഷൻ തന്നപ്പോൾ ആ പുരുഷൻ അവളുടെ ലോകമായി തന്നെ മാറി. ഇതൊരു സ്ത്രീയുടെ കാര്യത്തിലെന്നല്ല, പുരുഷന്റെ കാര്യത്തിലും സമാനമായ കാര്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ പണം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അല്പം സമാധാനം ആവശ്യമാണ്. സമാധാനവും സ്നേഹവും വേണം. നമ്മെ കേൾക്കാനും നമ്മെ കരുതാനും ഒരു വ്യക്തി തീർച്ചയായും നമ്മുടെ കൂടെ ഉണ്ടാകണം. അത് ഭർത്താവെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു ഫ്രണ്ടായിരിക്കാം, ഒരു ബന്ധുവായിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആകാം. പക്ഷേ നമുക്ക് വേണ്ടി ഒരാളുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു വിശ്വാസം മാത്രം മതിയാകും പിന്നെ നമ്മെ ഉയരങ്ങളിലേക്ക് നയിക്കാൻ. ഇവിടെ ഒരു പക്ഷേ എയർ ഹോസ്റ്റസിന്റെ ഭർത്താവ് അവളോട് നന്നായി പെരുമാറിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൾ ഈ ഒരു രീതിയിലേക്ക് പോകില്ലായിരുന്നു എന്ന് കരുതി ഭർത്താവിനെയും ന്യായീകരിക്കാൻ സാധിക്കില്ല. ഭർത്താവ് സ്വന്തം ഭാര്യ ഒരുപാട് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നിയന്ത്രണങ്ങൾക്കിടയിൽ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാൻ മറന്നുപോയി അയാൾ. അതാണ് അയാൾക്കും അവിടെ സംഭവിച്ച തെറ്റ്. ഈ വീഡിയോയുടെ ഉദ്ദേശം, നിങ്ങളിൽ ആരെങ്കിലും ഒരു ബന്ധത്തിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരു വീഡിയോ, ഫോട്ടോ എന്തെങ്കിലും എടുത്ത് അത് ഉപയോഗിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ ദയവായി കുറച്ച് ജാഗ്രത പാലിക്കുക. ഒരു ചിത്രം, ഒരു വീഡിയോ എന്തുമായിക്കൊള്ളട്ടെ, അതിന് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനുള്ളൊരു ശക്തിയുണ്ട്. ഈ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത്. പഠിച്ച് ഒരുപാട് അനുഭവ സമ്പന്നയായ ഒരു എയർ ഹോസ്റ്റസ്, എന്നാൽ പിഴവ് സംഭവിച്ചത് വളരെ ചെറിയൊരു കാര്യത്തിന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ, ഒരാൾക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസം അത് ബുദ്ധിപൂർവ്വം കൊടുക്കുക. ഏത് ബന്ധവും പരസ്പര ബഹുമാനത്തിലും സത്യസന്ധതയിലുമാകണം. സ്വകാര്യ ഫോട്ടോസ്, വീഡിയോസ് ഒരിക്കലും ആരുമായും പങ്കിടരുത്. എത്ര അടുപ്പമുള്ളവരായാലും ഒരിക്കൽ റെക്കോർഡ് ചെയ്താൽ അത് എപ്പോൾ വേണമെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെടാം. ആരെങ്കിലും കുറ്റബോധമോ ഭീഷണിയോ ഉപയോഗിച്ച് നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് മൗനം പാലിക്കുന്നതാണ് ശരിയെന്നൊരു പക്ഷെ തോന്നിയേക്കാം. എന്നാൽ മൗനം പാലിക്കുന്നത് തെറ്റുകാരനെ കൂടുതൽ ശക്തനാക്കിയേക്കാം. ഭീഷണിയോ ബ്ലാക്ക്മെയിലോ നേരിടുമ്പോൾ ഭയപ്പെടാതെ പോലീസിനോട് പറയുക, നിയമത്തിൽ അഭയം തേടുക. ഒരു ബന്ധവും നിങ്ങളുടെ മാനവും മനഃശാന്തിയും നഷ്ടപ്പെടുത്താനുള്ളതായിരിക്കരുത്. ഒരു തെറ്റായ വിശ്വാസമോ തെറ്റായ തീരുമാനമോ പോലും ഒരു ജീവിതം തകർത്തേക്കാം. അതിനാൽ വിശ്വസിക്കുന്നതിന് മുൻപ്, ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇത്തരം വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ ആയിരിക്കും എൻ്റെ ഈ ചാനലിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.